ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകൾ വന്നൊരു ഞായറാഴ്ചയായിരുന്നു കടന്നു പോകുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും ഇന്ന് ഷോക്കേൽപ്പിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം സംബന്ധിച്ച് ആ മുഖ്യ പ്രതിയുടെ വീട്ടിൽ നഞ്ചക്ക് പിടിച്ചതാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ ഇങ്ങനെ അക്രമത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നതിന് വീട്ടിലുള്ളവർക്കും റോളുണ്ട് എന്ന രീതിയിലുള്ളൊരു സൂചനയാണ് ഇന്ന് 5 പ്രതികളുടെ വീട്ടിൽ നടന്ന റെയ്ഡ് നമ്മളെ ബോധ്യപ്പെടുന്നത്. കേരളം എങ്ങോട്ടാണ്? പ്രൈം ടൈം ആരംഭിക്കുന്നു. വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നു ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്ത് കൊണ്ടുകളാം. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുവദിക്കും? നിങ്ങളൊന്നും മനുഷ്യരാണോ? അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ? ഇടനെഞ്ചു പൊട്ടി ഈ പാപങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് തൊലഞ്ഞിടട്ടെ. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിലെ വരികളാണിത്. ആശയറ്റവർക്ക് നേരെ അന്നും ഇന്നും എന്നും ഭരണവർഗത്തിൻ്റെ അധികാര ഉപയോഗത്തിനും അടിച്ചമർത്തലിനും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. നമ്മുടെ ആശാ വർക്കേഴ്സിൻ്റെ സമരപന്തലിൽ ഇന്ന് പോലീസ് നടത്തിയ നടപടി കാണുമ്പോൾ നമുക്കിതൊക്കെ പറയാനാണ് തോന്നുന്നത്. സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലീസ് എത്തി ആശാ വർക്കേഴ്സിൻ്റെ സമരപന്തൽ പൊളിച്ചു മാറ്റുകയായിരുന്നു. മഴയിൽ കുതിർന്ന് പ്രതിഷേധക്കാർ നേരം വെളുപ്പിച്ചു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപ്പാളിൻ പിടിച്ചിരിക്കുമ്പോൾ പോലും പോലീസ് വന്ന് തടഞ്ഞു. നിസ്സഹായരായ ആശമാർ വേദനയോടെ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ തെരുവിളക്കൾ അണച്ചതിന് പിന്നാലെയാണ് സമരക്കാർക്ക് നേരെയുള്ള ഈ പ്രതികാര നടപടി. ഒരു സമവായത്തിന് ശ്രമിക്കാതെ സർക്കാർ ഈ മട്ടിൽ ബലം പ്രയോഗിച്ച് സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. നാളെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി നിയമസഭാ മാർച്ചിലൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ തയ്യാറാവണം എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. പ്രൈം ടൈം വിത്ത് എസ് കെ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വൈകുന്നേരം ദീപക് തർമ്മണം തന്നെ ബ്രേക്ക് ചെയ്ത ഒരു കോഴിക്കോട് വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളിലെ പരീക്ഷ പ്രതികൾ കഴിയുന്ന ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ നടത്തണം എന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരീക്ഷാ ഭവൻ സെക്രട്ടറിയും ജില്ലാ കളക്ടർക്കും പോലീസ് കത്ത് നൽകി കഴിഞ്ഞു. പ്രൈം ടൈം ബ്രേക്കിംഗുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്കൾ പറഞ്ഞതുപോലെ നാളെ ചില പ്രകടനങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സാധാരണഗതിയിൽ പരീക്ഷകളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാനസികമായി ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചിലപ്പോൾ ഇത് ഉപകരിച്ചെന്ന് വരും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടാണോ പോലീസ് ഈ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്? ഇപ്പോൾ SKN പോലീസ് വളരെ ശാസ്ത്രീയമായി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്ന് കാലത്ത് നടന്നത് SKN കണ്ടതാണ്. ഒരേ സമയത്ത് പ്രതികളുടെ എല്ലാം വീട്ടിലേക്ക് പോലീസ് റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിലാണ് ഈ കൊലക്ക് കാരണമായ ഒരു മാരകായുധം കണ്ടെത്തിയത്. അതിനുശേഷം നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന വിവരം ലഭിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ, അതുപോലെ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമരങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ അത്തരമൊരു ഘട്ടത്തിൽ SKN ജില്ലാ പോലീസ് മേധാവി KE ബൈജു ഒരു നിർദ്ദേശം നൽകുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സായൂജിനോട് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസിൻ്റെ യോഗത്തിൽ തീരുമാനിച്ചു. അതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷാ ബോർഡ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ IP സാജു ഒരു കത്ത് നൽകിയിരിക്കുന്നു. പക്ഷേ ആ കത്തിൽ ഇപ്പോഴും മറുപടി കിട്ടാതെ പോലീസ് ഈ കോഴിക്കോട് റൂറൽ പോലീസ് കാത്തിരിക്കുകയാണ്. കാരണം പരീക്ഷാ കേന്ദ്രം മാറിയില്ലെങ്കിൽ അവിടെ സ്കൂളിലേക്ക് പോയാൽ താമരശ്ശേരി സ്കൂളിൽ സംഘർഷം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ സാധ്യത കൂടി കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന് പരീക്ഷാ കേന്ദ്രം മാറ്റാൻ, അതായത് കോഴിക്കോട് ഈ പ്രതികൾ കഴിയുന്ന ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ പ്രത്യേകം പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടത്തേക്ക് പരീക്ഷ മാറ്റാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഈ ഘട്ടം വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് മനസ്സിലാക്കിയത്. അവർ രാത്രി 10 മണി വരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിനായി കാത്തു നിൽക്കും. അത് കഴിഞ്ഞും ഉത്തരവ് വന്നില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ കൊണ്ട്, അതായത് ഈ പ്രതികളെയും കൊണ്ട് പോലീസ് സന്നാഹവുമായി ഈ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. മറ്റൊരു കാര്യം, ഇന്ന് SKN ഈ
ഷഹബാസിന്റെ പിതാവ് ഏറെ വികാരാധീനായി പറഞ്ഞത് എൻ്റെ മകൻ പരീക്ഷ എഴുതുന്നില്ല, മറ്റുള്ളവർ ഈ പ്രതികൾ പരീക്ഷ എഴുതരുത്, കൊലയാളികൾ പരീക്ഷ എഴുതരുത് എന്നുള്ളതാണ്. ഇതൊരു വികാര പ്രകടനമാണ്. പക്ഷേ ഇതിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. എന്തായാലും അതായത് ഈ മറ്റുള്ള റെഗുലർ കുട്ടികളോടൊപ്പം ഇവരെ 5 പേരെ ഇരുത്തി പരീക്ഷ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നേരത്തേക്കെങ്കിലും മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന പരീക്ഷ ഈ ജുവനൈൽ ഹോമിലേക്ക് തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. അത് അധികാരികൾ തീരുമാനിക്കട്ടെ, വളരെ ഉചിതമായ തീരുമാനമെടുക്കട്ടെ. കാരണം നമ്മൾ പ്രതീക്ഷ ഒന്നുമല്ല ഈ താമരശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയുടെ പിതാവ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകൾ പ്രതിയാണെന്ന വാർത്ത വരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഇന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തിയത് ഏറ്റവും വലിയ വാർത്തയായി. നമുക്കത് ഒരുപക്ഷെ ഈ നഞ്ചക്ക് പോലെയുള്ള ഒരു ആയുധം സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും വളരെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി ഈ കൊലപാതകം നടത്തിയതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷിനൊപ്പം മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രമാണിത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് വിദ്യാർത്ഥിയുടെ പിതാവ്. ഇന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളുടെ വീട്ടിൽ നിന്നും മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. ഇവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ റെയ്ഡിലാണ് നഞ്ചക്ക് പിടിച്ചെടുത്തത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘത്തിന് ബന്ധമുണ്ടെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തി. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. അതേസമയം കേസിലെ 3 പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നു. സ്കൂളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ജനുവരി 5, 6 തീയതികളിലെ സംഘർഷം. പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിനാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല. നിയമം നൽകുന്ന ഈ ഇളവ് നമ്മുടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറുന്നു എന്നാണ് താമരശ്ശേരിയിലെ സംഭവം സൂചിപ്പിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ ഇന്ന് ദാരുണ അന്ത്യമുണ്ടായി. മുതിയങ്ങ വയൽ സ്വദേശി AK ശ്രീധരനാണ് ഇന്ന് മരിച്ചത്. കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ രാവിലെ 9 മണിക്ക് വിളകൾക്ക് വെള്ളം നനയ്ക്കാൻ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ശ്രീധരൻ. കുതിച്ചെത്തിയ കാട്ടുപന്നി ശ്രീധരനെ കുത്തിവീഴ്ത്തി. തല മുതൽ കാൽ വരെ കാട്ടുപന്നി ആക്രമിച്ചു. കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ആഴത്തിൽ മുറിവുകൾ. പരാതി പറയണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടമായി. കർഷകരെ ആക്രമിച്ച കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവം നടന്ന ഭാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നികൾ കൃഷിയിടത്തിലെത്തി വിളകൾ നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ആളുകളെ ആക്രമിക്കുന്നത് ഇതാദ്യം. വാഴയും കിഴങ്ങ് കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങല്ലാതെ കുത്തിയിളക്കിയിട്ട് അവിടെ നമ്മളെ കണ്ട ആദ്യമായിട്ടൊന്നുമില്ല. കുറേ പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. മറ്റ് നമ്മളെല്ലാം കാണുമ്പോഴൊക്കെ ഓടി കളിയാ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വന്നാൽ കാണാം. ഒരു കണ്ടം കേങ്ങ നടന്ന് നിരത്തിയിട്ടിട്ട് ഞാൻ പായ് വാങ്ങിയിട്ട് 2000 റുപ്യേൻ്റെ കെട്ടി നിന്നിട്ടും ബാക്കിയായിട്ടില്ല. എന്നിട്ടും പന്നീൻ്റെ അടക്കം ഒരു കഷ്ണം ബാക്കിയായിരുന്നില്ല. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCFനോടും കളക്ടറോടും മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടത്. മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ ഇവിടെ നിയമമില്ലേ, ഭരണ സംവിധാനങ്ങളില്ലേ? കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.
ഇന്ന് പകൽ മുഴുവൻ നമ്മുടെ യൂട്യൂബിൽ പല പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവന്മാരെന്തിനാണ് പരീക്ഷ എഴുതുന്നത്, ഈ പ്രതികളെ പരീക്ഷ എഴുതി നേരെയാക്കിച്ചിട്ട് എന്താണ് ഈ സമൂഹത്തിന് ഗുണം എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ നിയമപരമായിട്ട് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ ഒക്കെ കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതുകൊണ്ട് ഇവരുടെ ആ സ്വാതന്ത്ര്യം നമുക്ക് വകവെച്ച് കൊടുത്തേ മതിയാവും. അതേസമയം ഇവർക്ക് കൊടുക്കുന്ന അവകാശവും സ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ അവകാശം കവർന്നുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ട് വളരെ നമ്മുടെ ആളുകളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നു. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണൂർ മുതിയങ്ങ വയലിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ ആശങ്ക ഉടൻ പരിഹരിക്കുമെന്നാണ് കണ്ണൂർ DFO വൈശാഖ പറയുന്നത്. മേഖലയിലെ ഷൂട്ടേഴ്സിൻ്റെ പട്ടിക കൈമാറിയിരുന്നു. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്ന് DFO 24-നോട്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വികേന്ദ്രീകരിച്ച് പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെയുള്ള ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റെല്ലാം പഞ്ചായത്തുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തുടർന്നും ആ ഒരു നടപടി മുമ്പോട്ട് എടുക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അതിന് പഞ്ചായത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നൽകും. റേഞ്ച് ഓഫീസറും കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് പോപ്പുലേഷൻ കൺട്രോളിംഗ് ആണ് ഒരു നല്ല സൊല്യൂഷനായിട്ട് തോന്നുന്നത് ഈ സ്ഥലത്ത്. പിന്നെ വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിന് കൈമാറുന്നതായിരിക്കും. 10 ലക്ഷമാണ് സർക്കാർ, അതിൽ 5 ലക്ഷമാണ് ആദ്യം കൊടുക്കുക. പിന്നെ മറ്റേ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ രണ്ടാമത്തെ സെക്ഷൻ 10 ലക്ഷമാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ റേറ്റ്. കൃഷി സ്ഥലമാണ്, ഫുൾ കാട് പിടിച്ച് തന്നെയാണ് കിടക്കുന്നത്. എല്ലാം വനഭൂമി ഇവിടെ ഇല്ല. വനഭൂമി ഏറ്റവും അടുത്ത വനഭൂമി ഒരുപാട് ദൂരെയാണ്. എല്ലാം പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം കാട് പിടിച്ച രീതിയിലാണ് കിടക്കുന്നത്. മുമ്പ് LSGD വകുപ്പിൻ്റെ ഒരു സർക്കുലർ ഓൾറെഡി ഉണ്ട്, ഗവൺമെൻറ് ഓർഡർ ഓൾറെഡി ഉണ്ട്, ഇങ്ങനെ പ്രൈവറ്റ് സ്ഥലങ്ങളുടെ എല്ലാം കാട് വൃത്തിയാക്കണമെന്നുള്ള. അപ്പോൾ ആ സർക്കുലർ നമ്മൾ ഒന്നും കൂടി പഞ്ചായത്തുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇത് താമസിക്കാനും ഒക്കെ ഉള്ള ആവാസ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് പന്നികൾ അങ്ങനെ കൂട്ടം കൂടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാടുകൾ നീക്കം ചെയ്യുന്നതാണ് ഇതിനുള്ളൊരു പ്രതിവിധി ഉള്ളത്. അപ്പോൾ അതിനുള്ള നടപടികൾ എടുക്കാൻ നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടും. പഞ്ചായത്തിനാണ്. അതെ 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 പഞ്ചായത്തിന്. കാരണം ഇപ്പോൾ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അധികാരമാണ്, DFOയ്ക്ക് പോലും ഇല്ല അധികാരം. അത് പഞ്ചായത്തുകൾ വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഈ കാര്യത്തിൽ പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ തീർച്ചയായും പഞ്ചായത്തിനോട് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. പഞ്ചായത്തിനോട് എല്ലാ സപ്പോർട്ടും കൊടുക്കും. നമ്മൾ ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെല്ലാം അംഗങ്ങളെല്ലാം മീറ്റ് ചെയ്തു. അവർക്കും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. നമ്മുടെ സ്റ്റാഫ് തുടർന്ന് ഇവിടെ തന്നെ ഉണ്ടാകും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും DFO പറയുന്നത് ഈ ഇത്തരം മൃഗങ്ങളെ പന്നി വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നാണ്. പക്ഷേ ഇത് പഞ്ചായത്ത് ഉപയോഗിക്കുന്നുണ്ടോ? SKN ഇതിൽ വനം വകുപ്പിൻ്റെ ഒരു അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. കണ്ണവം റേഞ്ച് ഓഫീസർക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അതായത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നാളെ DFOന് കൈമാറും. അതിനുശേഷം അത് മുകളിലേക്ക് നൽകും എന്നാണ് DFO പറയുന്നത്. അതോടൊപ്പം തന്നെ വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരമേഖല CCFനോടും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. സാധാരണ കർഷകൻ സാധാരണ നിലയിൽ അവരുടെ കൃഷിയിടത്തിൽ അവരുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി പോകുന്നതിനിടെയാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടത്, ക്രൂരമായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും അത്തരം ഒരാശങ്ക, ഞെട്ടൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. DFO പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അതൊരു വനമേഖലയല്ല, അതൊരു ജനവാസ മേഖലയാണ്. കൃഷിയിടങ്ങൾ ആകെയുള്ളൊരു മേഖലയാണ്. അവിടെ ചെറുതായി ഇത്തരത്തിൽ കാടുകൾ പിടിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അതൊരു വനമേഖലയായി പരിഗണിക്കാൻ കഴിയില്ല. അത്തരമൊരിടത്താണ് ഈ കാട്ടുപന്നി ഇത്തരത്തിൽ യഥേഷ്ടം വന്ന് ആക്രമണം അഴിച്ചുവിടുന്നത്. DFO പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ പഞ്ചായത്തുകൾക്ക് ഇത്തരം അക്രമകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലും, അതായത് പാട്യം മൊകേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സാങ്കേതികമായി പാട്യം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ പഞ്ചായത്തിലും ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് പട്ടിക കൈമാറിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പഞ്ചായത്തിന് അത്തരം നടപടികൾ സ്വീകരിക്കാം, തീരുമാനങ്ങൾ എടുക്കാം. അതിനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് DFO എന്തായാലും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് വനം വകുപ്പും പഞ്ചായത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം മനുഷ്യൻ്റെ സ്വൈര്യജീവിതമാണ്. വനമേഖലയല്ലാത്തൊരു പ്രദേശത്ത് ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ വന്ന് ഇങ്ങനെ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കണം. ഇവരുടെ ചോദ്യങ്ങൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായി അവർക്ക്
അവർക്കുണ്ടാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയുമെന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് അധികാരികൾ മറുപടി നൽകണം. ഇത്തരം അന്വേഷണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കട്ടെ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അത്തരം നടപടികൾ പരിശോധിച്ചുണ്ടാവുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അരുൺ പറയുന്നു, SK ആശാ വർക്കർമാരുടെ സമരം അനാവശ്യ സമരമാണ്, ശമ്പളമല്ല ഓണററിയമാണ് അവർക്ക് നൽകുന്നത്. ആയതിനാൽ അതിന് ഇവർക്ക് മറ്റു ജോലികൾ കൂടി ചെയ്യാൻ കഴിയും. ജോലി ചെയ്യാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് പോലും ഒരു വരുമാനവും ഇല്ലെന്നാണ് അരുൺ പറയുന്നത്. വയനാട് മേപ്പാടി നെടുമ്പാലയിൽ കേബിൾ കെണിയിൽ കുരുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയെന്ന് ഹാരിസൺ മലയാളം ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് പുലിയെ വനം വകുപ്പ് പിടികൂടിയത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആൺപുലിയെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് കാൽ കുരുങ്ങിയ നിലയിൽ പുലിയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ഇതിന് പിന്നാലെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. ഉച്ചയോടെ ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. പിന്നീട് മയക്കുവെടി വെക്കാനുള്ള നീക്കം. 2 തവണ മയക്കുവെടി ഉതിർത്തതോടെ പുലി മയക്കത്തിലേക്ക്. പിന്നീട് വലയിലാക്കി ട്രാക്ടറിലെ കൂട്ടിൽ കയറ്റി വൈത്തിരി ഫോറസ്റ്റ് ഓഫീസിലേക്ക്. 1.5 വയസ്സുള്ള ആൺപുലിയെ ആരോഗ്യം വീണ്ടെടുത്താൽ ഉൾവനത്തിലേക്ക് വിടും. ആരോഗ്യാവസ്ഥ വീക്കാണ്, ആനിമൽ വീക്കാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രാത്രി കുടുങ്ങിയതാവാം. അപ്പം അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇവിടെ കാണലുണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ വീട് ഇവിടെയാണ്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ഥിരമുള്ളതാണ് ഇവിടെ. 2-3 പേർക്ക് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, 3 ആൾക്കാർ കണ്ടിട്ടുണ്ട് ലൈവ്. ഇതൊന്നൊന്നല്ല കേട്ടോ, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല, ഇഷ്ടംമാരിയുണ്ട്. മറ്റേതോ ജീവിക്കായി സ്ഥാപിച്ച കേബിൾ കുരുക്കിലാണ് പുലി കുടുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 24 വയനാട്. ആന്ധ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആശാപ്രവർത്തകർക്ക് ഗ്രാറ്റുവിറ്റിയും ശമ്പളത്തോടും കൂടിയ പ്രസവ അവധിയും നൽകി അംഗീകാരം നൽകിയിരിക്കുന്നു ആന്ധ്ര സർക്കാർ എന്ന് വാർത്ത വരുന്നു. ഈ വാർത്ത കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ആശാവർക്ക് സമരത്തിലായ ഒരു സാഹചര്യത്തിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ മർദ്ദനത്തിൽ മൂക്കിൻ്റെ പാലം തകർന്നുപോയ വിദ്യാർത്ഥിയുടെ നില വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. കേസിൽ പ്രതിയായ സഹപാഠി കിഷോറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. മകൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ലെന്നും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ഈ സാജൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം. പരിക്കേറ്റ വിദ്യാർത്ഥി KJ സാജന് ഇന്നലെ രാത്രി മുതൽ പനി പിടിപെട്ടതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കണ്ണിനും മൂക്കിനുമിടയിലുള്ള മുറിവിന് 2.5 സെന്റിമീറ്ററിലധികം വലിപ്പമുണ്ടെന്നാണ് കണ്ടെത്തൽ. കയ്യിൽ കരുതാവുന്ന ആയുധം ഉപയോഗിച്ചാണോ മർദ്ദനം നടന്നതെന്ന് സംശയമുണ്ടെന്ന് സാജന്റെ കുടുംബം. കയ്യിൽ ഒളിപ്പിച്ചു വെച്ച എന്തോ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഇടിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, ഡോക്ടർമാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേസിൽ പ്രതിയായ കിഷോറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മകനും പരിക്കേറ്റെന്ന് കിഷോറിന്റെ പിതാവ്. ഇവന് നെഞ്ചത്ത് പരിക്കുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ ആഴത്തിൽ മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. 2 കൂട്ടർക്കും പരിക്കുണ്ട്. 2 കൂട്ടർക്ക് ഈക്വലാണ് പരിക്ക്. അവന്റെ പരിക്ക് പുറമെ കണ്ടു, ഇത് ഉള്ളിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രതിക്ക് ജാമ്യം നൽകിയ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സാജന്റെ കുടുംബം ഉയർത്തുന്നത്. പോലീസ് നിസാര വകുപ്പുകൾ എടുത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഇന്ന് 10 ദിവസമായിട്ടും പോലീസ് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും. തെല്ലും കുറ്റബോധമില്ലാതെ പ്രതി കിഷോർ ഉത്സവപ്പറമ്പിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 തൃശൂർ. എറണാകുളം കാക്കനാട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് നായക്കുണ്ണപ്പൊടി ഇട്ട സംഭവത്തിൽ അധ്യാപകരും സഹപാഠികളും പ്രതികളായിരിക്കുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം, അതുമാത്രമല്ല ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കേസെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥി നേരിട്ട അതിക്രമം 24 ആണ് ആദ്യം പുറത്തുകൊണ്ടുവന്നത്. നാളെ SSLC പരീക്ഷ തുടങ്ങുകയാണ്. എന്നാൽ കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സഹപാഠികളുടെ ക്രൂരതയിൽ നിന്ന് മോചിതയായിട്ടില്ല. നായ്ക്കുരണക്കായ ദേഹത്തിട്ട സംഭവത്തിൽ പെൺകുട്ടിയുടെ അധ്യാപകരെയും സഹപാഠികളെയും പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അധ്യാപകർ പെൺകുട്ടിയെ സഹായിച്ചില്ലെന്ന എഫ്ഐആറിലുണ്ട്. കുട്ടിയുടെ മാതാവ് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ വീണ്ടും പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് 8 പേരെ പ്രതിയാക്കി കേസെടുത്തത്. 15 ദിവസത്തോളമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ കഴിഞ്ഞത്. നിലവിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കടക്കം നാളെ SSLC പരീക്ഷ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷ കഴിഞ്ഞ് കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം.
എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ചന്ദ്രൻ യൂട്യൂബിൽ ഒരു കമൻറ്റ് വഴി ചോദിക്കുന്നു, കോഴിക്കോട് ഈ ഷഹബാസിൻ്റെ കൊലക്കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിവന്നു. ആ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു, അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ 5 പ്രതികൾ ഇന്ന് നാളെ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ആ പരീക്ഷാ കേന്ദ്രം മാറി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വെള്ളിമാട് കുന്നിലേക്കാണ് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രം മാറ്റണം എന്നാവശ്യപ്പെട്ട് പോലീസ് പരീക്ഷാ ഭവൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കളക്ടറും കത്ത് കൊടുത്തിരുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ഈ ബ്രേക്കിംഗ് സ്റ്റോറിയുമായി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ദീപക്, ശരിക്കും തീരുമാനമായി എന്നാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? SKN രേഖാമൂലം തീരുമാനമായി. പരീക്ഷാഭവൻ സെക്രട്ടറി, താമരശ്ശേരി DEO, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഇവർക്കെല്ലാം തന്നെ രേഖാമൂലം വിവരം കൈമാറിക്കഴിഞ്ഞു. അതായത് ഒരു സംഘർഷം ഒഴിവാക്കാൻ ഈ താമരശ്ശേരിയിലാണ് ഈ ആൾക്കൂട്ട കൊലപാതകം. ഷഹബാസിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് താമരശ്ശേരിയിലാണ്. താമരശ്ശേരിയിൽ ഇന്ന് കാലത്ത് മുതൽ പോലീസിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നു. അതിൽ ഈ കൊലയ്ക്ക് ഇടയാക്കിയ ആക്രമണം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ച മാരകായുധം കണ്ടെത്തി. ഇതിനെ തുടർന്ന് അവിടെ വലിയ പ്രതിഷേധം നാളെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് വെള്ളിമാട് കുന്നിലെ ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ നിന്നും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അവർ പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ തടയലുണ്ടാകും, അവിടെ സംഘർഷമുണ്ടാകും എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ജില്ലാ റൂറൽ പോലീസ് മേധാവി KE ബൈജു ആണ് ഇത്തരത്തിൽ ഈ പരീക്ഷാ ഭവന് ഒരു കത്തയക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും വിഷയത്തിൽ ഇടപെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കേന്ദ്രം, അതായത് ഈ ക്രിമിനലുകളായ പ്രതികളായവർ പഠിക്കുന്ന അവിടുത്തെ കേന്ദ്രത്തിൽ നിന്നും മാറ്റി വെള്ളിമാട് കുന്നിൽ, അവരിപ്പോൾ ജുനൈൽ ജസ്റ്റിസ് ഹോമിലാണ്, അവിടെ അതിനടുത്തുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SKN ഏതായാലും നിർണായകമായൊരു തീരുമാനം പോലീസിൻ്റെ നീക്കത്തിലൂടെ നടന്നിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ശർമ്മ. എന്തായാലും പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുകയായിരുന്നു മറ്റുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റണം എന്ന്. എന്തായാലും പരീക്ഷാ കേന്ദ്രം മാറ്റി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അത് മാറ്റി. ഇപ്പോൾ ഇനി കോഴിക്കോട് വെള്ളിമാട് കുന്നിലേക്കാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ജോർദാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മലയാളി വെടിയേറ്റ് മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശിയായ ഗബ്രിയേൽ തോമസാണ് ജോർദാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. കാലിൽ വെടിയേറ്റ ഒപ്പമുണ്ടായിരുന്ന ബന്ധു എഡിസൺ നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഗബ്രിയേലിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സന്ദർശന വിസയിലാണ് ഗബ്രിയേൽ തോമസും എഡിസണും ജോർദാനിലെത്തിയത്. അവിടെ നിന്ന് ഫെബ്രുവരി 10 അനധികൃതമായി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ജോർദാൻ സേന ഇവരെ തടഞ്ഞെങ്കിലും ഇവർ പാറക്കെട്ടുകളിൽ ഓടി ഒളിച്ചു. തുടർന്നുള്ള വെടിവയ്പിൽ തലയ്ക്ക് പരിക്കേറ്റ ഗബ്രിയേൽ തോമസ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. എംബസിയിൽ നിന്ന് ഇന്നലെയാണ് ഗബ്രിയേൽ തോമസിന്റെ മരണമറിയിച്ച് മെയിൽ ലഭിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന എഡിസൺ കാലിന് വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഇയാളെ കേരളത്തിലേക്ക് തിരികെ അയച്ചു. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. 5-ാം തീയതി ഇവിടെ നിന്ന് പോയി. 5-ാം തീയതി ഇവിടെ പോയി തീർന്നതിന് ശേഷം പിന്നെ അതിനുശേഷം ഫോണൊന്നും വന്നിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ 9-ാം തീയതി ഫോൺ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സേഫ്റ്റിയായിട്ട് റൂമിലുണ്ട് എന്ന് മാത്രം തന്നെ, ഒരു വാക്ക് മാത്രം തന്നെ സംസാരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ തടവിലാണ്. 4 പേരെയും ഇസ്രയേലിലേക്ക് കടത്താൻ ഏജന്റ് ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. കുടുംബത്തിന്റെ ആവശ്യം അടൂർ പ്രകാശ് MP വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. എന്തായാലും വലിയ കഷ്ടമായി പോയി. ഇസ്രയേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ചാണ് വെടിയേറ്റതെന്ന് മേനംകുളത്തെ എഡിസൺ ചാൾസ് 24 പറഞ്ഞു. അവസാനമായി ഗബ്രിയേലിനെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. കണ്ണുതുറക്കുമ്പോൾ ഒപ്പം ഗബ്രിയേൽ ഇല്ലായിരുന്നു. ബിജു എന്ന ഏജന്റ് മുഖാന്തരമാണ് ജോർദാനിലേക്ക് പോയതെന്നും എഡിസൺ ചാൾസ് പറയുന്നു. അപ്പോൾ വിസിറ്റിംഗ് പോയിട്ട് അവിടെ നിന്ന് അടുത്ത വിസ അടിച്ചു തരാമെന്നാണ് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ജോർദാനിൽ അടിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് ഈജിപ്ത് അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ജോർദാനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇസ്രായേൽ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. കാറിൽ അവർ ഈ കാറിൽ കുറച്ച് ദൂരം പോകും, എന്നിട്ട് വേറെ കാർ കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റും, വീണ്ടും ആ കാറിൽ കയറ്റും, അങ്ങനെയാണ് കൊണ്ടുപോയത്. രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ട് ഒരു ലൊക്കേഷൻ ഇട്ടെന്നിട്ട് പറയുന്നത് ഈ ലൊക്കേഷൻ നോക്കി അങ്ങ് പോവുക. നമ്മളങ്ങനെ നടന്ന് ചെന്ന് കയറി കൊടുത്തതാണ് ഈ ജോർദാൻ ബോർഡറിലെ അവരുടെ ഫ്രണ്ടിൽ. നമ്മൾ 5 പേര്, ആ ഗൈഡും ശ്രീലങ്കയിലെ 2 പയ്യന്മാരും നമ്മൾ 2. അപ്പോൾ ഫസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നത് എന്നെ ഷൂട്ട് ചെയ്ത് എൻ്റെ കാലിലാണ്, തുടയിലാണ് കൊണ്ടത്. അപ്പോൾ തുടയിൽ കൊണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. അപ്പോൾ തിരിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ കമാൻഡോ ഓഫീസിൻ്റെ അവിടെ ഡോക്ടർ ഈ ബുള്ളറ്റ് എടുക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ പ്രൈം ടൈമിൽ തത്സമയം ചേരുകയാണ്. അജീഷ്, ശരിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണോ മരിച്ചത് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായത്?
എസ് കെ എന്തായാലും ഗുരുതരമായ ഒരു സംഭവം എന്നാണ്, ഗൗരവതരമായ ഒരു സംഭവം തന്നെയാണ്. കുറച്ചു കാലം മുമ്പും ഇത്തരം സംഭവങ്ങൾ, അതായത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി അവിടെ അകപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പോലീസും ഇന്റലിജൻസും ഒക്കെ വ്യാപകമായി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയതാണ്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നത്. ഫെബ്രുവരി 10-നായിരുന്നു ഇവർ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇവർ താൽക്കാലിക വിസ, സന്ദർശക വിസയിലാണ് തിരുവനന്തപുരം തുമ്പ സ്വദേശികളായ 2 പേർ ജോർദാനിലേക്ക് എത്തിയത്. അവിടെ 4 ദിവസമാണ് താമസിച്ചത്. തുമ്പ സ്വദേശികളായ ഗബ്രിയേൽ തോമസ്, അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ചാൾസൺ എഡിസൺ. ഈ ചാൾസൺ എഡിസൺ മാത്രമാണ് ജീവനോടെ തിരിച്ചു വന്നത്. അദ്ദേഹം ഇന്നലെയാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഏറെ ഞെട്ടിക്കുന്നത്. കാരണം 4 ദിവസം ജോർദാനിൽ താമസിച്ചു. അതിനുശേഷം ഒരു കടൽ തീരത്ത് വഴിയാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഈ കടക്കാൻ ശ്രമിച്ച സമയത്താണ് ജോർദാൻ സേന തങ്ങൾക്ക് നേരെ വെടിവെച്ചത്. കൂടെ 2 ശ്രീലങ്കൻ പൌരന്മാരും ഒരു UK പൌരനും കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ ഗബ്രിയേൽ തോമസിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. താൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ കാലിലും വെടിയേറ്റു. ഓർമ്മ നഷ്ടപ്പെട്ടു. പിന്നീട് ബോധം വരുമ്പോൾ താൻ ജോർദാൻ ക്യാമ്പിലായിരുന്നു. ഇത്രയും ദിവസം ചികിത്സയിലായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് അറിയുന്നത്. അതായത് ഗബ്രിയേൽ തോമസ് മരിച്ച വിവരം അവിടുത്തെ ഇന്ത്യൻ എംബസിയാണ് ഇന്ത്യയെ അറിയിക്കുന്നത്, ഇന്ത്യൻ സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ചൊക്കെ പുറത്തു പറയുന്നത്. ബിജു എന്ന ഏജന്റ് വഴിയാണ് തങ്ങൾ ജോർദാനിലേക്ക് പോയതെന്നാണ് പറയുന്നത്. 1.5 ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിരുന്നു. 3 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. എന്തായാലും പോലീസും ഇന്റലിജൻസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അജീഷ്, ഈ ബിജു എന്നുള്ള ഏജന്റിനെ കുറിച്ച് വല്ല വിശദാംശം നമുക്ക് കിട്ടിയോ? SKN ബിജു എന്ന ഏജന്റിനെ കുറിച്ച് പോലീസും ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾ എവിടെയുള്ള ആളാണെന്നുള്ള കാര്യമൊന്നും ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വഴി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനാകും. അജീഷ് ഒന്ന് അന്വേഷിക്കുക. കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരാണോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുരുട്ടു വഴികളിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാമെന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റായ ബുദ്ധിയല്ലല്ലോ. ഓക്കെ, താങ്ക് യു അജീഷ്. ജയകുമാർ, ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. AV ജയശങ്കർ അറിയിക്കുന്നു, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ശീവേലി നടക്കുന്നതിനിടെയാണ് ഒരു ആന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിച്ച് പ്രശ്നമുണ്ടാകിയത്. ഇടഞ്ഞ ആന ഉത്സവത്തിൻ്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിക്കയറിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ആന വരുന്നത് കണ്ട് ഓടുന്നതിനിടെയാണ് മറിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റുവെന്നും പറയുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും അറിയുന്നു. സൂരജ് സജി ഒരു വാർത്ത അറിയിക്കുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. തോട്ടം തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റത് ജാർഖണ്ഡ് സ്വദേശി സഞ്ജയ്ക്ക്. പരിക്കേറ്റയാളെ വാൽപ്പാറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജേക്കബ് കൊയ്പ്പള്ളി പറയുന്നു, നിങ്ങൾ മാധ്യമങ്ങൾ ഏതൊക്കെ മയക്കുമരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വിവരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും അറിയാത്തവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെയുണ്ട്. ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണെന്നാണ് പറയുന്നത് ജേക്കബ് കൊയ്പ്പള്ളി. അതിനകത്ത് നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ മാത്രമല്ല, ആളുകളെ അനുകരിക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതൊക്കെ പൊതിഞ്ഞു വെച്ച് പറയാനൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷേ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് കാര്യമാണ് കിട്ടാത്തത്? നമ്മുടെ തമിഴ്നാട്ടിലല്ല, വാൽപ്പാറയിലല്ല ഈ അപകടം നടന്നത്, മലക്കപ്പാറയിലാണ്. നമ്മുടെ മലക്കപ്പാറ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിരപ്പള്ളിക്ക് അടുത്തുള്ള മലക്കപ്പാറയിലാണ്. നടുതരട്ടെന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം. ആക്രമണം 6:50 കാട്ടുപോത്തിൻ്റെ കുത്തേറ്റയാൾ തെരുവ് വിളക്കിൻ്റെ ഉയരത്തിൽ മുകളിലേക്ക് തെറിച്ചുവെന്നാണ്. അതിനുശേഷമാണ് താഴേക്ക് വീണത്. അങ്ങോട്ട് പൊങ്ങി താഴെ വീണു. പരിക്ക് ഗുരുതരമായതുകൊണ്ട് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നടപടിയെടുത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വാൽപ്പാറയല്ല എന്നാണ് അറിയുന്നത്, മലക്കപ്പാറയാണ്. വാഴച്ചാലിനടുത്തുള്ള മലക്കപ്പാറ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ എക്സൈസ് പിടികൂടുന്ന ലഹരി കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 189 NDPS കേസുകൾ. അബ്കാരി കേസുകളിലും മുൻവർഷത്തേക്കാൾ വർധന. മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ലഹരി കേസുകൾ കൂടുതലും പിടികൂടുന്നത് എന്നാണ് എക്സൈസിന്റെ നിലപാട്. മാരക ലഹരി മരുന്നായ MDMA-യും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെയുള്ളവയാണ് എക്സൈസ് സംഘം പിടികൂടുന്നതിലധികവും. മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന യുവാക്കളാണ് ലഹരി മരുന്നുമായി പിടിയിലാകുന്നതിൽ കൂടുതലും. ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ NDPS കേസിൽ 189 പേരെ എക്സൈസ് പിടികൂടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലുണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 102 മാത്രമാണ്. MDMA പോലുള്ള രാസലഹരി മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായി എക്സൈസ് പറയുന്നു. എന്നാലും പൊതുവായിട്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് വരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ്, സ്കൂൾ വഴിയൊക്കെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിമുക്തി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ
ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അബ്കാരി കേസുകളുടെ എണ്ണം താരതമ്യേന കൂടിയിട്ടില്ലെങ്കിലും പിടികൂടുന്ന വ്യാജമദ്യത്തിന്റെ അളവ് വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. വാറ്റുചാരായത്തിന്റെ നിർമ്മാണവും വിൽപ്പനയും കൂടി. കോളേജ് വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗത്തിന് പിന്നാലെ വിൽപ്പനക്കാരായി മാറുന്നതായും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ലഹരി കൈമാറ്റ കേന്ദ്രങ്ങളായി മാറുകയാണ്. വിൽപ്പനയ്ക്കെത്തുന്ന ലഹരി മരുന്നിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പിടികൂടുന്നതും. പല കേസുകളിലും പ്രതികളെ രക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാകുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. താങ്ക് യു രാഹുൽ വിജയൻ. ജോസ്വിൻ ജോസഫ് എസ്കെൻ, മാധ്യമ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗം ഇല്ലെന്ന് ഉറപ്പുവരുത്താമോ? നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്, അല്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ? രാസലഹരി തടയുന്നതിൽ എക്സൈസ് വകുപ്പ് വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഇന്ന് 24 പറഞ്ഞു. ലഹരിക്ക് പിന്നിൽ അന്താരാഷ്ട്ര റാക്കറ്റാണെന്നും സ്കൂളുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി പറയുന്നു. ലഹരിക്കെതിരെ സമൂഹമാകെ ഒന്നിച്ചിറങ്ങണമെന്ന് രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി യുവജന സംഘടനകളും ആഹ്വാനം ചെയ്തു. കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് കൂടി വരുന്നെന്നും എന്നാൽ ഫലപ്രദമായി തടയാനാകുന്നുണ്ടെന്നും എക്സൈസ് മന്ത്രി എം ബി രാജേഷ്. രാസലഹരി കണ്ടെത്തുക ദുഷ്കരം. രാസലഹരികൾ കടന്നു വരുന്നതാണ്. കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം പ്രത്യേകിച്ച് ഗുണമോ നിറമോ മണമോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ തുച്ഛമായ അളവിലാണ് വരുന്നത്. അത്രയും മതി. ഇത് 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ നിലയിൽ വരുന്നത് കണ്ടെത്തുക വളരെ അതീവ ദുഷ്കരമാണ്. അത് നമ്മൾ അതിന് ആധുനികമായ സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉപയോഗിക്കണം. കൗമാരക്കാരെയും യുവാക്കളെയും ലഹരിയിലേക്ക് ആകർഷിക്കുന്നത് എന്തെന്ന് കണ്ടെത്തണം. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ പരസ്പരം തല്ലി മരിക്കുന്നുവെന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്നും മന്ത്രി. യഥാർത്ഥ പ്രശ്നം സമൂഹത്തിൻ്റെ രോഗാതുരതയാണ് എന്ന് കാണും. പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ, യൗവനത്തിൻ്റെ ഈ മാനസികാരോഗ്യം എന്നത് വളരെ ഗൗരവമായിട്ട് നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ എന്ന് തോന്നുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള ജനതയ്ക്ക് തുറന്ന കത്തെഴുതി. രാസലഹരി വ്യാപനമാണ് കേരളം നേരിടുന്ന വലിയ വിപത്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് മനസ്സിലാക്കിയുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലഹരിക്കെതിരായ പ്രചാരണത്തിന് MSFും തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക് 24. ശശി പറയുന്നു, ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ട്രംപ് എത്ര മര്യാദക്കാരനാണെന്ന്. വിലങ്ങ് വെച്ച് മിലിറ്ററി പ്ലെയിനിൽ ഇല്ലീഗൽസിനെ കയറ്റി അയച്ചില്ലേ, ഈ ജോർദാൻ കരി ഇതുപോലെ ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത്. നമ്മൾ അമേരിക്കയിൽ ജീവിച്ച് പരിചയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അവിടെ ഇങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പ്രതികൾ അതൊക്കെ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സാധാരണ നിയമ നടപടി മാത്രമാണെന്നാണ്. മാത്രമല്ല ഈ അവിടുത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരുപാട് ആളുകളെ ഇപ്പോൾ അവർ കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ലഹരി മരുന്ന് കേസുകൾ പ്രതിയാവുകയും ചെയ്ത ആളുകളെയാണ് ഇങ്ങനെ ചങ്ങലയ്ക്കൊക്കെ വെച്ചിട്ട് കയറ്റി അയക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ലഹരിക്കെതിരായ 24 അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ ലഹരി മരുന്ന് വാങ്ങാൻ പണം കിട്ടാതായതോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മോഷണത്തിന് വരെ ഇറങ്ങിയെന്നാണ് നമുക്ക് ലഭിച്ചൊരു വാർത്ത. നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. മോഷണം നടത്തിയെന്ന് സമ്മതിക്കുന്ന കുട്ടികളുടെ ശബ്ദ സന്ദേശവും മോഷണ ദൃശ്യങ്ങളും 24-ന് കിട്ടി. ലഹരി ഉപയോഗത്തിനായി പണം കണ്ടെത്താൻ മാർഗമില്ലാതായാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ലഹരി സംഘം മോഷണത്തിന് പോലും ഇറങ്ങാൻ മടിക്കില്ല. കൊച്ചി നഗരത്തിൽ നിന്നുമാണ് ഇങ്ങനെ ബൈക്ക് മോഷ്ടിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ബൈക്ക് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പുറത്തു കൊണ്ടുപോയത് എങ്ങനെയെന്നും ഇതേ ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. ബൈക്ക് മോഷ്ടിച്ചവനെ പോലീസ് പിടിക്കുമെന്നും ക്യാമറയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നും ഗ്രൂപ്പിലുള്ളവർ തന്നെ പറയുന്നു. മറ്റേ രീതിയിലോടാക്കിയ അതൊക്കെ എന്ത് വെച്ചാല് നമ്മൾ ചെയ്യാമെന്നറിയാം. എന്താ പൊട്ടനായിരുന്നു ബൈക്ക് മോഷ്ടിക്കാൻ, അറിഞ്ഞോടെ പണി വരുമെന്ന്. ഏതിലൊക്കെ ക്യാമറയിൽ പോക്കോടാ. എങ്ങനെ ഓടിയെന്ന് ക്യാമറയിൽ കൂടെ പിടിച്ചാണോ? എങ്ങനെ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംഘമാണ് ഇങ്ങനെ ലഹരി ഉപയോഗത്തിനായി ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ പണം കണ്ടെത്തുന്നത്. സംഘത്തിൽ കൂടുതൽ പെൺകുട്ടികളും കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കുട്ടികളെ കണ്ടെത്തുന്നതിനോ രക്ഷപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു നടപടികളും കൊച്ചിയിൽ പോലീസിന്റെയോ എക്സൈസിന്റെയോ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. S. ശ്യാംകുമാർ, 24, കൊച്ചി. ഇന്റർനാഷണൽ തപാൽ ഓഫീസ് വഴി ഫ്രാൻസിൽ നിന്ന്
മയക്കുമരുന്ന് എത്തിച്ച കേസിൽ ഒരു യുവാവ് അറസ്റ്റിലായി. തിരുവനന്തപുരം വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണനാണ് ഇപ്പോൾ പിടിയിലായത്. ഡാർക്ക് വെബിലൂടെയാണ് ഇയാൾ പണം നൽകിയത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ശ്യാം. SKN വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണനെയാണ് എക്സൈസ് വെമ്പായത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഡാർക്ക് വെബ് വഴിയാണ് ഈ ഫ്രാൻസിൽ നിന്ന് MDMA ഓർഡർ ചെയ്തിരുന്നത്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയതോടുകൂടി സംശയം തോന്നിയ ജീവനക്കാർ എക്സൈസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഈ മയക്കുമരുന്ന് വരുത്തിയതെന്ന് കണ്ടെത്തിയത്. ബിറ്റ്കോയിൻ ആണ് ഇയാൾ ലഹരി വാങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായം ഉൾപ്പെടെ ഈ കേസിൽ തേടാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിയെ കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. എന്തായാലും ലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ അന്വേഷണ പരമ്പര തുടരുന്നു മാത്രമല്ല, ഈ ലഹരി മാഫിയയുടെ കടയറത്ത് വീഴ്ത്താൻ സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും 24 കൂട്ടിനുണ്ടാകും. പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശീവേലിക്കിടെ ഒരു ആന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിച്ചതാണ് പ്രശ്നമുണ്ടായത്. വി ജയശങ്കർ കൂടി ചേരും. നമുക്കിപ്പോൾ ആന വിരണ്ടു വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമത്. ജയശങ്കർ, പറയൂ വിശദാംശങ്ങൾ. ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ ആന ഇടയും മറ്റൊരാനയെ കുത്തുകയും ചെയ്തു. ഈ കുത്തേറ്റ ആന ഓടി. ഒപ്പം തന്നെ ഇടഞ്ഞ ആനയും വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഇടഞ്ഞ ഉണ്ണിക്കുട്ടൻ എന്ന ആനയുടെ മുകളിലുണ്ടായിരുന്ന 2 കീഴ്ശാന്തിമാർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും, ക്ഷേത്രത്തിലെത്തിയ മറ്റൊരാൾക്കും എന്തായാലും ഈ ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ നിലവിൽ ഗുരുതരമല്ല. ഈ ഇടഞ്ഞ ഉണ്ണിക്കുട്ടൻ എന്ന ആനയെ പടിഞ്ഞാറെ നടയോട് ചേർന്ന് എന്തായാലും തളച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 2ാം ദിവസമായിരുന്നു. 2ാം ദിനത്തിലാണ് ഇത്തരത്തിൽ ആന ഇടുന്ന ഒരു സംഭവം ഉണ്ടായത്. പുറത്തുനിന്ന് ഉത്സവത്തിനായി കൊണ്ടുവന്ന ഒരു ആനയാണ് ഈ ഉണ്ണിക്കുട്ടൻ എന്ന ആന. ഈ ആനയാണ് ഇത്തരത്തിൽ ഇടയും മറ്റൊരു ആനയെ കുത്തുകയും ചെയ്തു. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. എന്തായാലും നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഈ ആന ഇടഞ്ഞൊരു സമയത്ത് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിനാൽ തന്നെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്തായാലും വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. 3 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില തൃപ്തികരമാണ്. മറ്റ് ആരോഗ്യ ഗുരുതര പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയോട് ചേർന്ന് മരത്തിൽ ഇപ്പോൾ തളച്ചു. ആശ്വാസം. വലിയ പ്രശ്നമില്ലാതെ കടന്നുപോയി. ഇതോടെ പ്രൈം ടൈം വിത്ത് SKN അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു.